ഇപ്പോൾ ഒരു EV കാർ എടുക്കാൻ റൈറ്റ് ടൈമാണെന്ന് ചോദിച്ചാൽ ഞാൻ നോയേ പറയത്തുള്ളൂ. ഇപ്പോഴല്ല റൈറ്റ് ടൈം. ഇപ്പോൾ ആക്ച്വലി ഒരു EV കാർ എടുക്കാനുള്ള ടൈം ആയിട്ടില്ല. ഹായ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അഡ്വൈസ് വിത്ത് അൻഷാൻ. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ EV കാർസ് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു അനാലിസിസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പോൾ ഒരു EV കാർ എടുക്കാൻ റൈറ്റ് ടൈമാണെന്ന് ചോദിച്ചാൽ ഞാൻ നോയേ പറയത്തുള്ളൂ. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് മൈലേജ് ആങ്സൈറ്റിയാണ്. ഈ റിയൽ ലൈഫ് യൂസേഴ്സ് പറയുന്നത് 600 പറയുന്നുണ്ടെങ്കിൽ 400 കഷ്ടിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഈ ആങ്സൈറ്റി വെച്ചിട്ട്, കാരണം നമ്മൾ ഈ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം നമുക്കിനി അടുത്ത ചാർജിങ് സ്റ്റേഷൻ എവിടെയുണ്ട്, നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തോ, അങ്ങനെയുള്ള ഒരു ആങ്സൈറ്റി ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഇപ്പോഴത്തെ ഒരു കറണ്ട് കണ്ടീഷനിൽ EV കാർസ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഒരു കൺസേൺ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറാണ്. നമ്മളിപ്പോൾ ഒരു EV ചാർജ് ചെയ്യുന്ന ഒരു സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ മാക്സിമം കാണുന്ന 1-2 കാർ ചാർജ് ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം. അപ്പോൾ ആൾറെഡി നമ്മളിപ്പോൾ അവിടെ പോകുന്നു, ആൾറെഡി ഒരു കാർ അവിടെ ചാർജ് ചെയ്തിട്ടേക്കാണ്, അല്ലെങ്കിൽ 2 സ്റ്റേഷന് ഫുള്ളാണ്, ചാർജ് ചെയ്യുന്ന 2 ഔട്ട്ലെറ്റ് ഫുള്ളാണ് എങ്കിൽ ചിലപ്പോൾ നമ്മൾ 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്താലായിരിക്കും നമുക്കടുത്ത നമ്മുടെ ടേൺ അനുസരിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ആൾക്കാർ കൂടുതൽ EVs എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ കാണുന്നതിനെക്കാട്ടി കൂടുതൽ ഇത് വന്നുകൊണ്ടിരിക്കും.